ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി പരിപ്പുവടയാണ്. ടെസ്കോയുടെ യെല്ലോ ഡാലാണ്. അപ്പം നമുക്കതൊന്ന് കാണാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് ആദ്യം അതിനെ വെള്ളത്തിയിടണം. ഇന്നൊരു 1/2 കിലോ യെല്ലോ പരിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തൂരപ്പരിപ്പ്. നമുക്ക് സാമ്പാർ പരിപ്പാലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അവനെ അങ്ങോട്ട് ഒരു സ്റ്റീൽ ബോളിനകത്തോട്ടിട്ട് ഒരു 5 മണിക്കൂർ ഇത് കുതുക്കാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഞെവിടി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് കുതിർക്കാൻ വെക്കാൻ. അത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കഴുകി നമുക്ക് ഇത് അരയ്ക്കാം. അതൊന്ന് കഴുകി ഒരു 5 മണിക്കൂർ നേരം കുതിരാൻ വെക്കാൻ പോകും. പരിപ്പുവടയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിനെ കഴുകി വാരി വെള്ളം വാർത്ത് എടുക്കണം. പരിപ്പുവടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഏകദേശം 1/2 കിലോയിൽ കൂടുതൽ സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, വറ്റൽമുളകുണ്ട്, അതുപോലെ കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാക്കാനുള്ള സാധനങ്ങളിവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, കുതിർന്ന് വന്നപ്പോൾ 1/2 കിലോ പരിപ്പോളം ഉണ്ടായിരുന്നു. അത് കുതിർന്ന് വന്നപ്പോഴത്തേക്കും കുറേ ഏറെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇവനെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് മൊത്തം ഒന്ന് അരഞ്ഞു പോകരുത്. മുറിഞ്ഞ് കിടക്കത്തക്ക രീതിയിൽ വേണം അരച്ചെടുക്കാൻ. നമ്മൾ ആ മിക്സിയുടെ ജാറിനകത്തോട്ട് പരിപ്പിനോടൊപ്പം വറ്റൽമുളക് കൂടെ ഇട്ട് അടിച്ചിങ്ങെടുക്കണം. ആദ്യത്തെ ഇതിൽ തന്നെ ഇവിടെ മാവരച്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പരിപ്പോടയ്ക്കുള്ള പരിപ്പ് ചതച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളകും അരച്ച് അതിൻ്റെ കൂടെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് കായം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 1/4 സ്പൂണ് അരിമോദകം അതിനകത്ത് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്ത് കളറൊക്കെ കിട്ടും. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂണ് മഞ്ഞൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കാര്യം എന്തെങ്കിലും വിഷാംശം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞളാകുമ്പോൾ വലിച്ചങ്ങ് എടുത്തോളും. ഒത്തിരി അമർത്തി കുഴയ്ക്കാതെ നമുക്ക് ഇവനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പരിപ്പോടയ്ക്കുള്ള മിക്സ് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉപ്പും എരിയും ഒക്കെ പാകത്തിനാണ്. അപ്പോൾ നമ്മൾ അടുത്ത പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മാവ് ഉരുട്ടി പരത്തിയെടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നോക്കിയിരിക്കണം, നിങ്ങളിതുപോലെ ട്രൈ ചെയ്യണം. ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. സൂക്ഷിക്കണം, നല്ലപോലെ തിളച്ച് കിടക്കുന്ന എണ്ണയാണ്. ഇപ്പോൾ 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 വെച്ചിട്ട് നമുക്ക് മുരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടവർ കണ്ടോളണം, വട നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ പരിപ്പുവട കംപ്ലീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതേ വലിപ്പമുള്ള ഏകദേശം 50 എണ്ണത്തോളം 1/2 കിലോ പരിപ്പിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.